ചെമ്പനിപ്പൂ സീരിയലിന്റെ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു എപ്പിസോഡിന്റെ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത്. ഇന്നലെ പറഞ്ഞ എപ്പിസോഡിന്റെ കണ്ടിന്യൂഷനാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. ശ്രുതി മുറിയിൽ ഇരുന്നുകൊണ്ട് ലാപ്ടോപ്പിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വലങ്ങും ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിനിടയ്ക്ക് ചന്ദ്ര കയറി വരുന്നുണ്ട് കേട്ടോ. ചന്ദ്രയെ കണ്ട ഉടനെ തന്നെ ശ്രുതി വാ ആന്റി പറഞ്ഞിട്ട് വിളിക്കുന്നൊക്കെയുണ്ട്. ചന്ദ്ര വന്നിട്ട് ബെഡിലിരിക്കുകയാണ്. പക്ഷെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ കുത്തനെ നിൽക്കുന്നത് കാണുമ്പോൾ നീ എന്താണ് നിൽക്കുന്നത്, വന്നിരിക്കടാ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുവാണ് ചന്ദ്രയുടെ ഭാവമൊക്കെ കണ്ടിട്ട് ചന്ദ്രയ്ക്ക് ദേഷ്യം ഉണ്ടെന്നുള്ള കാര്യം ശ്രുതിക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും മിണ്ടാതെ അവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. ചന്ദ്രയാണെങ്കിൽ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നതെന്നുള്ള കാര്യം പറയുന്നുണ്ട്. കേട്ടുടനെ ശ്രുതി അമ്മേ പറ എന്ന് പറയാണേ. വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളും കണ്ടോണ്ടിരിക്കുവാണല്ലോ. എന്തായാലും ഇങ്ങനെ ഒരു ഇടകൂടം വരുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. രണ്ടുപേരും കൂടി ചേർന്നിട്ട് കള്ളം പറഞ്ഞു. വീട്ടിൽ പറഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് എന്റെ അടുത്തെങ്കിലും പറഞ്ഞുകൂടായിരുന്നോ ആ നീലിമയുടെ പണം കൊണ്ടാണ് നിങ്ങൾ കട തുടങ്ങിയത് എന്നുള്ള കാര്യം. ഞാൻ ഇതൊരിക്കലും പുറത്തറിയാനുള്ള കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. രണ്ടുപേരും ഇങ്ങനെ എല്ലാവരുടെ മുമ്പിൽ അപമാനപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ചെയ്തേനെ. ശ്രുതി നീ വരെ എന്റെ അടുത്തുനിന്ന് ഈ കാര്യം മറച്ചു വെച്ചു അല്ലേന്ന് ചോദിക്കും. സോറി ആന്റി, ഒരിക്കലും ആന്റിയുടെ അടുത്ത് മറച്ചു വെക്കണമെന്ന് ഞാൻ വിചാരിച്ചില്ല. സമയം വരുന്ന സമയത്ത് പറയാന്ന് തന്നെയാണ് കരുതിയത്. ഈ വീട്ടില് ചെറിയ പ്രശ്നങ്ങൾ പോലും ഊതിപ്പെരുപ്പിക്കുന്ന ആൾക്കാരുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അതിന് മറുപടി ഒന്നും പറയാതെ രണ്ടുപേരും ഇങ്ങനെ തലകുനിച്ചിങ്ങനെ നിൽക്കുവാണേ. ശരി, എന്തായാലും നടന്നതെല്ലാം നടന്നു, അത് വിട്ടേക്ക്. സച്ചി പറഞ്ഞത് നിങ്ങളെല്ലാരും കേട്ടല്ലോ. ഷോറൂമിന്റെ ഓണർ ആകാൻ വേണ്ടി പോവാണ് നിങ്ങളുടെ അച്ഛനെ. അതിന് രവിയേട്ടന് സമ്മതം അല്ലെങ്കിൽ പോലും ആ സച്ചി വിടില്ല. നാളെ ഇനിയിപ്പോ എന്തെല്ലാമാണ് അവൻ കാണിച്ചു കൂട്ടാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം അറിയില്ല എന്ന് ചന്ദ്ര പറഞ്ഞ് കേട്ട ഉടനെ തന്നെ ഉറപ്പായിട്ടും അമ്മേ എന്തെങ്കിലും ഇടകൂടം അവൻ ഒപ്പിക്കും എന്നുള്ള കാര്യം പറയാണേ. സച്ചി എന്തെങ്കിലും ഒപ്പിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടും ഇമാതിരി ഇടകൂടം ചെയ്തല്ലോ എന്നുള്ള മട്ടില് ദേഷ്യത്തിൽ ഇങ്ങനെ ചന്ദ്ര ശ്രുതിയെ നോക്കുന്നുണ്ടേ. എല്ലാത്തിനും കാരണം ആ 50 ലക്ഷം രൂപ പണമാണ്. അത് എത്രയും വേഗം തന്നെ അവരുടെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കണം. ഇപ്പൊ ആ പണം കൊടുക്കുക എന്നുള്ളത് നിങ്ങളെ കൊണ്ട് സാധിക്കാത്ത കാര്യമാണെന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ ശ്രുതി നീ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പണം കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എനിക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക ആന്റി എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. ഈ ഇളയച്ചന്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അച്ഛനോട് സംസാരിക്കാൻ വേണ്ടി പറ. ഇങ്ങനെയൊരു പ്രശ്നമാണെന്നും എത്രയും വേഗം പണം അയക്കാൻ വേണ്ടിയിട്ട് നിന്റെ അച്ഛനോട് പറ. എങ്ങനെയെങ്കിലും ആ പണം മേടിച്ചിട്ട് നീ കൊടുക്കണം അവർക്ക്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഈ വീട്ടില് മര്യാദ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന എനിക്കും മര്യാദ അപ്പോഴേ കിട്ടുള്ളൂ. നിങ്ങളുടെ മര്യാദ നിങ്ങൾ തന്നെ കാത്തു സൂക്ഷിക്കണം. എന്റെ മര്യാദ കാത്തു സൂക്ഷിക്കേണ്ട കടമയും നിങ്ങൾക്കാണുള്ളത്. അതായത് ചന്ദ്രമതി അവിടുന്ന് പോകുമ്പോഴേക്കും ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് എന്റെ അച്ഛൻ ജയിലിലല്ലേ എന്ന്. നിന്റെ അച്ഛനല്ലേ ജയിലിലുള്ളൂ, സ്വത്തുക്കളെല്ലാം പുറത്ത് തന്നെ ഉണ്ടല്ലോ. അതുകൊണ്ട് എത്രയും വേഗം തന്നെ പണം അയക്കാൻ വേണ്ടിയിട്ട് പറയണം. ഞാൻ ചുമ്മാ അങ്ങ് പറയാന്ന് വിചാരിക്കേണ്ട. ആ പണം കിട്ടുന്നവരെ നിങ്ങൾ ദിവസവും അപമാനപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഞാനും കൂടി ചേർന്നിട്ടാണ് അപമാനപ്പെടുന്നത്. ഞാൻ ഈ വീട്ടിലെ വീട്ടുകാരിയാണ്. ഇത്രയും കാലം ഈ വീട് കാത്തു സൂക്ഷിച്ചവള്. എന്റെയും അതുപോലെ തന്നെ ശ്രുതിയുടെയും മര്യാദ ശ്രുതി നിന്റെ കയ്യിലാണുള്ളത്. അത് നീ കാത്തു സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ചന്ദ്ര അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. അമ്മ പോയതിന്റെ പുറകെ തന്നെ ശ്രുതിയും ചെല്ലുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആകെ മൊത്തത്തിൽ പെട്ട അവസ്ഥയിൽ ശ്രുതി ഇങ്ങനെ അവിടെ ഇരിക്കുവാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ സച്ചിയുടെ ഫ്രണ്ടിനെ വിളിക്കുവാണ് കേട്ടോ. എവിടെയുള്ളതെന്ന് ചോദിക്കുമ്പോൾ കാർ ഷെഡിലുണ്ടെന്ന് പറയാണ്. ട്രിപ്പ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ? ഇതുവരെ ഒന്നും വന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ പെട്ടെന്ന് തന്നെ 2 വലിയ മാല മേടിച്ചോണ്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട്. മാലയോ എന്തിനാന്ന് ചോദിക്കുമ്പോ ഇന്ന് പദവി ഏൽക്കലാണ്. എന്താ നീ വല്ലേ രാഷ്ട്രീയ പാർട്ടിയിലും ചേർന്നോ എന്നുള്ള കാര്യം ഫ്രണ്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതല്ലടാ, എന്റെ അച്ഛൻ ഇന്ന് പുതിയ പദവി ഏൽക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് സച്ചിയുടെ അടുത്ത് ഫ്രണ്ട് പറയുന്നുണ്ട്. നിനക്കറിയില്ലേ, ചന്ദ്രമതി ഹോം അപ്ലയൻസസ് എന്ന് പറയുന്ന ഷോറൂമിന്റെ മുതലാളിയായിട്ട് അച്ഛൻ ഇന്ന് സ്ഥാനം ഏൽക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ബാക്കി കഥയെല്ലാം ഞാൻ പിന്നീട് പറയാം. നീ വേഗം തന്നെ മാല മേടിച്ചിട്ട് അങ്ങോട്ടേക്ക് എത്തട. നിന്റെ വീട്ടിൽ മാല ഉള്ള സമയത്ത് നീ എന്തിനാണ് പുറത്തുനിന്ന് എന്നെ കൊണ്ട് മേടിപ്പിക്കുന്നതെന്ന് ചോദിക്കുകയാണെ. അതെല്ലാത്തിനും ഒരു കാരണം ഉണ്ടടാ. നീയും കൂടെ വരണം. ഞാൻ അങ്ങോട്ടേക്ക് വരാനോ? അതേടാ, ആ ഓടിപ്പോയാൻ എന്തായാലും നിന്നെ കടയിലേക്ക് വിളിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ ഇന്ന് മുതൽ എന്റെ അച്ഛനാണ് ആ കടയുടെ മുതലാളി. അതുകൊണ്ട് നീ എന്തായാലും വാടാ. മാലയുടെ കാര്യം മറക്കണ്ട കേട്ടോ. അത് മാത്രമല്ല ഒരു 10 രൂപ പേർക്ക് ടീ കോഫി അതും കൂടി നീ അറേഞ്ച് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത്. ഇത് കേട്ട രവി സച്ചിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ. നീ എന്താടാ മാലയും അതുപോലെ തന്നെ ടീ കോഫിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്? അതിലൊന്നും മറുപടി പറയാൻ നിൽക്കാതെ അച്ഛൻ എന്താണ് ഇപ്പോഴും ഈ ഡ്രസ്സിൽ തന്നെ നിൽക്കുന്നത്? അച്ഛൻ വേഗം പോയിട്ട് റെഡി ആയിട്ട് വാ. അടിപൊളി ഷർട്ടൊക്കെ ഇടണം കേട്ടോ അച്ഛൻ. ഇന്ന് അച്ഛൻ സ്ഥാനം ഏൽക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഇത് കേട്ടുകൊണ്ട് ചന്ദ്രൻ ഇങ്ങനെ അങ്ങോട്ട് വരുന്നുണ്ട്. അച്ഛനാണ് ഇന്ന് മുതൽ ആ കടയുടെ ഓണർ. അച്ഛൻ സമ്പാദിച്ച പണത്തിൽ വാങ്ങിയ കടയല്ലേ ഇത്? എടാ വിട്ടേക്കടാ, അവൻ ഓരോരോ പൊട്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടിയതാണ്. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ വേറെ പ്രശ്നങ്ങളൊന്നും വേണ്ട. ഓൾറെഡി അവൻ ഒരുപാട് പണം പറ്റിക്കപ്പെട്ട് നിൽക്കുകയാണല്ലോ. ഇത് മൊത്തം ഏടാകൂടായിട്ട് മാറൂടാന്നൊക്കെ പറയാനുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് അമ്മ അവിടെ നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് സച്ചി പറയുന്നുണ്ട് കേട്ടോ. അവനെ ആരെങ്കിലൊക്കെ പറ്റിക്കും. നീലിമ പറ്റിച്ചോണ്ട് പോയില്ലേ, അല്ലെങ്കിൽ ഇവനായിട്ട് അങ്ങോട്ട് ചെന്നിട്ട് ആരെങ്കിലും കയ്യിൽ പൈസയും കൊടുത്തിട്ട് അവൻ പറ്റിക്കപ്പെടും.
ഈ വിശ്വനാഥനെ പോലെയൊക്കെ. ഇങ്ങനെ അച്ഛാ പോയി കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അവന്റെ കയ്യിൽ നിന്ന് കട തന്നെ പോകും. അതുകൊണ്ട് തന്നെ ആരുടെ കയ്യിലാണോ ഭദ്രമായിട്ട് ഇരിക്കുക അവരുടെ കയ്യിൽ തന്നെ കട ഉണ്ടാകണം. എങ്കിലും ഇതൊന്നും വേണ്ടടാ എന്ന് തന്നെയാണ് കേട്ടോ രവി പറയുന്നത്. അച്ഛൻ തന്നെ കാണുന്നുണ്ടല്ലോ, ഒന്നെങ്കിൽ കാശ് അവനാരെങ്കിലും പറ്റിച്ചോണ്ട് പോകും, ഇല്ലെങ്കിൽ എന്തെങ്കിലും പൂജ മന്ത്രവാദം അത് ഇത് വഴിപാട് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ചുറ്റിക്കൊണ്ട് നടക്കും. അതുകൊണ്ട് തന്നെ മുതലാളിയായിട്ട് ഇരിക്കാനുള്ള ആ ഒരു ഇതൊന്നും അവന് മെച്യൂരിറ്റി ഒന്നും ഇന്നേ വരെ വന്നിട്ടില്ല. അച്ഛനാണെന്നുണ്ടെങ്കിൽ കണക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുമല്ലോ, ഇല്ലെങ്കിൽ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയ അവസ്ഥയാകും സച്ചി ഇങ്ങനെ പറയുന്നതൊക്കെ കേൾക്കുമ്പോ എന്തിനാ രവേട്ട ഇപ്പൊ ഇവൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത്? ഓൾറെഡി സുധി പണം പോയ വിഷമത്തിൽ നിൽക്കുവാണ്, വെറുതെ അവനെ വെറുപ്പേറ്റാൻ വേണ്ടിയിട്ടാണ് ഇവൻ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചന്ദ്ര പറയുന്നത് കേട്ട ഉടനെ തന്നെ അങ്ങനത്തെ ഒരു സ്വഭാവം സച്ചേട്ടനില്ല. സച്ചേട്ടൻ ഇപ്പൊ പറയുന്നത് അവരുടെ ഏട്ടന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങളല്ലേ അവന് വേണ്ടിയിട്ട് നല്ലത് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത്, ഇതൊന്നും എനിക്കറിയില്ലെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. തുടർന്ന് സച്ചി അച്ഛൻ്റെ അടുത്ത് വീണ്ടും പറയുന്നുണ്ട്, മുതലാളിയാണെന്നുള്ള തലക്കനം കൊണ്ട് അവന് കണ്ണ് കാണാത്ത അവസ്ഥയിലാണ്, അതുകൊണ്ടാണ് ഓരോരോ അഭ്യാസങ്ങൾ കാണിച്ചു കൂട്ടുന്നത്. ഇത് വാങ്ങാൻ വേണ്ടി പോകുന്നു, ഇത് വാങ്ങാൻ വേണ്ടി പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പണം നഷ്ടപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാല് ആർക്കാണ് നഷ്ടം വരാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം ചന്ദ്രയുടെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട്. അതേസമയം തലയ്ക്ക് മുകളിൽ ഒരാൾ ചോദ്യം ചെയ്യാനുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ കാര്യങ്ങളെല്ലാം നോക്കിയും കണ്ട് മാത്രമല്ലേ അച്ഛൻ ചെയ്യുള്ളൂ. അതുകൊണ്ട് നല്ലതിന് വേണ്ടിയിട്ടാണ് അച്ഛൻ ഞാൻ പറയുന്നതെന്നൊക്കെ സച്ചി ഇങ്ങനെ പറയുന്നുണ്ട്. ഉടനെ തന്നെ അച്ഛൻ റെഡി ആയിട്ട് വാ, അമ്മയുടെ അടുത്തും റെഡി ആയിട്ട് വരാൻ വേണ്ടി പറയാന്ന് പറയുമ്പോൾ ഞാൻ എങ്ങോട്ട് വരുന്നില്ല എന്ന് ചന്ദ്ര ഇങ്ങനെ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് കേട്ടോ. അച്ഛൻ പദവിയിൽ കയറുന്നത് കാണാൻ വേണ്ടിയിട്ട് അമ്മയ്ക്ക് താല്പര്യമില്ലാന്ന് തോന്നുന്നു, അതുകൊണ്ടായിരിക്കും. ഉടനെ തന്നെ രവിക്കും തോന്നുകയാണ് സച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ് എന്ന്. സച്ചി പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാല് സുധിക്ക് ഒരു ഉത്തരവാദിത്തം വരും എന്നുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ സംസാരിക്കുന്നത്. ഞാൻ റെഡിയാവാൻ വേണ്ടി പോവാണ്, നീയും പെട്ടെന്ന് റെഡിയാവാൻ നോക്ക് ചന്ദ്ര എന്ന് പറഞ്ഞിട്ട് രവി അവിടെ നിന്ന് അങ്ങ് പോവുകയാണേ. അങ്ങനെ രവിയുടെ പുറകെ തന്നെ ചന്ദ്രയും പോകുന്നുണ്ട് കേട്ടോ. ചന്ദ്ര പോയി കഴിഞ്ഞതിന് ശേഷം സച്ചേട്ടന് ഞാൻ കോഫി എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണേ. ഇപ്പൊ കോഫി ഉണ്ടാക്കാനൊന്നും നേരമില്ല, അച്ഛൻ പദവി ഏൽക്കുന്നത് കാണാൻ വേണ്ടിട്ട് പോകണ്ടേ, നീ വേഗം തന്നെ പോയിട്ട് റെഡിയാവാൻ നോക്കിയെന്ന് പറയാണേ. സച്ചേട്ടാ ഞാൻ റെഡി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഓ അതും ശരിയാണ്, നീ വീട്ടിലും പുറത്തു പോവാണെങ്കിൽ എപ്പോഴും ഒരുപോലെ തന്നെയല്ലേ, നിങ്ങൾ എന്താ പറഞ്ഞെന്ന് ചോദിക്കുമ്പോ ഒന്നുമില്ല, നീ എപ്പോഴും ഫ്രഷ് ആണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത്. നീ ഒരു കാര്യം ചെയ്യ്, ചെന്നിട്ട് ശ്രീകാന്തിന്റെ അടുത്തും അതുപോലെ തന്നെ വർഷയുടെ അടുത്തും കടയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഫോൺ ചെയ്ത് പറയാൻ വേണ്ടി പറയുന്നുണ്ട്. ശരി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി അവിടെ നിന്ന് പോവുകയാണേ. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് പോയെന്ന് സച്ചി അവിടുന്ന് വിളിച്ചു പോകുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം കടയിൽ നിൽക്കുന്ന ശ്രുതിയും ശ്രുതിയാണ് കേട്ടോ കാണിക്കുന്നത്. ശ്രുതി ഇങ്ങനെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശ്രുതിയാണെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ഫോട്ടോ എവിടെയെന്ന് ചോദിക്കുകയാണെ. അന്ന് കൺദൃഷ്ടിക്കോൾ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രയുടെ ഫോട്ടോ ഉണ്ടല്ലോ, അതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലത് സംഭവിക്കുന്നു വിചാരിച്ചിട്ടാണല്ലോ നമ്മൾ അന്ന് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ 30 ലക്ഷം രൂപ നഷ്ടം വന്നില്ലേ, അത് വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് അതെടുത്ത് കളഞ്ഞു. ഒരുപക്ഷെ ആ ഫോട്ടോ വെച്ചത് കൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടെന്ന് ശ്രുതി പറഞ്ഞു കേട്ട ഉടനെ തന്നെ ശ്രുതിയാണെങ്കിൽ ഇനി അതിനെക്കുറിച്ച് തന്നെ ശ്രുതി നീ ചിന്തിച്ചുകൊണ്ടിരിക്കണ്ട, നമുക്ക് പോയ പണം എത്രയും വേഗം തന്നെ സമ്പാദിക്കണം. ശരിയാണ്, ഇപ്പോ ഫെസ്റ്റിവൽ ടൈം ഒക്കെ ആണല്ലോ, നമുക്ക് നന്നായിട്ട് കാശുണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ശ്രീകാന്തും അതുപോലെ തന്നെ വർഷയും കൂടി ചേർന്നിട്ട് കടയിലേക്ക് വരുന്നത്. അവര് അപ്രതീക്ഷിതമായിട്ടാണല്ലോ വരുന്നത്. എന്താ പെട്ടെന്ന് രണ്ടുപേരും കൂടി ഇങ്ങോട്ട് വന്നത്, എന്തെങ്കിലും സാധനം മേടിക്കാനുണ്ടോ വർഷയെന്ന് സച്ചിയേട്ടൻ പറഞ്ഞിട്ട് രേവതി ചേച്ചിയാണ് ഞങ്ങളെ വിളിച്ചിട്ട് കടയിലോട്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞത്. സച്ചി പറഞ്ഞിട്ടാണല്ലോ വന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ എന്തോ ഒരു ഏടാകൂടം എന്തോ സംഭവിക്കാൻ വേണ്ടി പോകുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് രണ്ടുപേരും അവിടെ അങ്ങനെ നിൽക്കുവാണേ. ചുമ്മാ ചുറ്റിക്കറങ്ങിട്ട് വരാം സുധിയേട്ടാ എന്ന് പറഞ്ഞിട്ട് അവര് കടയുടെ മൊത്തം കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അവർ രണ്ടുപേരും അങ്ങ് പോകുമ്പോഴേക്കും എന്തിനായിരിക്കും എന്ന് ശ്രുതിന്റെ അടുത്ത് ഇങ്ങനെ ശ്രുതി ചോദിക്കുന്നുണ്ട്. നിക്ക് ഇപ്പൊ വരാ എന്ന് പറഞ്ഞിട്ട് അവരുടെ പുറകെ ചെല്ലുവാണ്. എന്താ കാര്യം എന്തെങ്കിലും അറിയോ എന്നുള്ള കാര്യം അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. ശ്രുതി അങ്ങോട്ട് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് കാണുന്നത് അച്ഛനും അമ്മയും കൂട്ടിയിട്ട് സച്ചിയും രേവതിയും കൂടി വരുന്നതാണ്. ഉടനെ തന്നെ ശ്രുതി ഓടി ചെന്നിട്ട് ശ്രുതിയുടെ അടുത്ത് കാര്യം പറയുന്നുണ്ട്. ആന്റിയും അങ്കിളും സച്ചി രേവതി എല്ലാവരും കൂടി ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന്. വരുമ്പോഴും സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ രവി, വേണ്ടടാ ഇതൊന്നും വേണ്ട എന്ന്. അച്ഛ ഞാൻ പറഞ്ഞത് കേട്ടാ മതി, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അച്ഛന്റെ കൈ പിടിച്ചിട്ട് ഉള്ളിലേക്ക് അങ്ങ് കൊണ്ടുവരാണേ. സച്ചി വന്ന ഉടനെ തന്നെ കടയിലുള്ള ആൾക്കാരുടെ അടുത്ത് പറയുന്നുണ്ട് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ മാത്രം ഇങ്ങോട്ട് വരിക എന്ന്. ശ്രുതിയുടെ ക്യാബിന്റെ അങ്ങോട്ടേക്കാണ് കേട്ടോ എല്ലാവരോടും വരാൻ വേണ്ടിയിട്ട് പറയുന്നത്. ചേർന്ന് നിൽക്കുന്ന സമയത്ത് എന്താണ് അമ്മേ എല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണേ. ഇതിന് മറുപടിയായിട്ട് നമ്മുടെ ചന്ദ്രയ്ക്കൊന്നും പറയാനില്ലല്ലോ. സച്ചി ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, എടാ ആദ്യം നീ ആ കസേരന്ന് ഇങ്ങോട്ട് എഴുന്നേറ്റ് വാ എന്ന്. ഞാനെന്തിനാടാ കസേരന്ന് എഴുന്നേക്കുന്നതെന്ന് ശ്രുതി തിരിച്ചു ചോദിക്കുന്നുണ്ട്. ഇതെന്ത് ചോദ്യാടാ, ഇന്നലെ രാത്രി നമ്മൾ എല്ലാവരും തീരുമാനിച്ചു കഴിഞ്ഞതല്ലേ ഈ കടയുടെ ഓണർ ഇനി മുതൽ അച്ഛനാണ്. ഇത് കേട്ട ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആകെ എന്തോ പോലെയായിട്ട് അവിടെ നിൽക്കുന്ന സ്റ്റാഫിനെയാണ് കേട്ടോ നോക്കുന്നത്. സ്റ്റാഫ് ആണെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പിറുപിറുക്കുന്നുണ്ട്. അപ്പോഴേക്കും സച്ചിയുടെ ഫ്രണ്ട് ആണെങ്കിൽ മാലയും അതുപോലെ സ്വീറ്റും ഒക്കെ മേടിച്ചിട്ട് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ദാ മാലയും സ്വീറ്റും എല്ലാം റെഡിയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോഴും ശ്രുതി അവിടെ തന്നെയാണല്ലോ ഇരിക്കുന്നത്. എന്താണ് അവിടെ തന്നെ ഇരിക്കുന്നത്, അച്ഛനല്ലേ ഇനി മുതൽ കടയുടെ ഓണർ, നീ വെറും വേലക്കാരനാണെന്ന് പറയണേ. ഇത് കേട്ട ശ്രുതി വേലക്കാരനൊന്ന് ചോദിക്കുന്നുണ്ട്. നീ വെറും ഒരു മാനേജറാടാ, അച്ഛൻ എന്താ നോക്കി നിൽക്കുന്നത്,
അച്ഛൻ അങ്ങോട്ട് ചെന്ന് ഇരിക്കുമെന്ന് സച്ചി പറയുന്നുണ്ട്. എടാ സച്ചി, നീ വിളിച്ചതുകൊണ്ട് ഞാൻ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങിയിട്ട് നമുക്ക് പോവാടാ എന്ന് പറയാണേ. അച്ഛൻ എങ്ങോട്ടാ പോകുന്നത്? ഇത് അച്ഛന്റെ കടയാണ് അച്ഛാ, അച്ഛന്റെ കാശിൽ മേടിച്ച കടയാണ്. അച്ഛൻ ചെന്ന് ഇരിക്കുക അച്ഛാ. നീ എന്താണ് അവിടെ തന്നെ ഇരിക്കുന്നത്? ബസ്സിൽ ടിക്കറ്റ് എടുത്തത് പോലെ തന്നെ അനങ്ങാപ്പാറയെ പോലെ മര്യാദയ്ക്ക് അവിടെ നിന്ന് എഴുതി നിൽക്കടാ. അച്ഛന് അവിടെ ഇരിക്കാനുള്ളതെന്ന് പറയുമ്പോ സുധി ഇങ്ങനെ മെല്ലെ എണീക്കുന്നുണ്ടേ. അപ്പോഴേക്കും മാലയൊക്കെ ആയിട്ട് മഹേഷ് എത്തിയിട്ടുണ്ടായിരുന്നു. മാല സച്ചി മേടിക്കുന്നുണ്ട്. അച്ഛൻ ഉള്ളിലേക്ക് കയറി നിൽക്ക്. ശ്രീകാന്തെ അമ്മയുടെ അടുത്ത് ഉള്ളിൽ വന്ന് നിൽക്കാൻ വേണ്ടി പറ. അച്ഛൻ കടയുടെ ഓണർ ആണെന്നുണ്ടെങ്കിൽ അമ്മയും ഓണർ തന്നെയാണല്ലോ. അമ്മ ചെല്ല്, സച്ചിയുടെ പറയുന്നത് കേട്ടില്ല എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അങ്ങ് പറഞ്ഞു വിടുവാണേ. അങ്ങനെ മടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും നമ്മുടെ ചന്ദ്രയും ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അവര് നോക്കി നിൽക്കുന്നത് ഇനി മുതൽ ഈ കടയുടെ ഓണർ എന്റെ അച്ഛനാണ്. ക്ലാപ്പ് ചെയ്യാൻ വേണ്ടി പറയുന്ന സമയത്ത് സ്റ്റാഫും അതുപോലെ എല്ലാവരും ക്ലാപ്പ് ചെയ്യുന്നുണ്ട്, ശ്രുതിയും ഒഴികെ. അവര് ക്ലാപ്പ് ചെയ്യാതെ നിൽക്കുന്നത് കാണുമ്പോൾ നീ എന്താണ് ക്ലാപ്പ് ചെയ്യാതെ നിൽക്കുന്നത്, മര്യാദയ്ക്ക് അടയ്ക്കട എന്ന് പറഞ്ഞിട്ട് സച്ചി രണ്ടുപേരെ കൊണ്ടും ക്ലാപ്പ് ചെയ്യിപ്പിക്കാൻ കേട്ടോ, ശ്രുതിയെയും അതുപോലെ തന്നെ ശ്രുതിയെയും കൊണ്ട്. അച്ഛനെ അത് കഴിഞ്ഞതിന് ശേഷമാണ് കസേലയിൽ ഇരുത്തുന്നത്. ഇരുത്തിയതിന് ശേഷം സ്വീറ്റൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അച്ഛൻ എന്തിനാ ഇതൊന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അച്ഛൻ നല്ല കാര്യങ്ങൾ നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വീറ്റ് കഴിക്കണം, അച്ഛൻ കഴിക്കുക എന്ന് പറഞ്ഞ് അച്ഛന്റെ വായിലിട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അച്ഛനെ കൊണ്ട് അമ്മയുടെ അടുത്ത് കൊടുപ്പിക്കുന്നുണ്ട്. രേവതിയും എടുത്തതിന് ശേഷം ശ്രീകാന്തിന്റെ അടുത്താണ് എല്ലാവർക്കും സ്വീറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത്. മടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ശ്രുതിയും സ്വീറ്റ് എടുക്കുന്നുണ്ട്. എന്റെ അച്ഛനാണ് ഈ കടയുടെ ഓണർ, ശ്രുതി വെറും നിങ്ങളെ പോലത്തെ ഒരു സ്റ്റാഫ് മാത്രമാണെന്ന് സ്റ്റാഫിന്റെ അടുത്ത് സച്ചി പറയുവാണേ. ഇതിപ്പോ നിന്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചോടാന്നൊക്കെ ശ്രുതി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. സ്റ്റാഫിന്റെ മുമ്പിൽ വെച്ചിട്ടാണല്ലോ ഈ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്, അതുകൊണ്ടാണേ. പക്ഷെ ഇത് കേട്ട് സച്ചിയുടെ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ സച്ചി പറഞ്ഞത് കറക്റ്റ് അല്ലേ? സച്ചി കാർ ഡ്രൈവർ ആയിരുന്ന സച്ചി ഇപ്പോ 2 കാറിന്റെ ഓണറായി. എന്നാ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഓണറായിരുന്ന ശ്രുതിയാണെങ്കിൽ അവിടുത്തെ വെറും ജോലിക്കാരനായിട്ട് മാറിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിക്കുന്നുണ്ട് കേട്ടോ. അത് കേട്ടിട്ട് എല്ലാവരും അവിടെ ചിരിക്കുന്നൊക്കെ ഉണ്ട്. ഇതെല്ലാം കേട്ട് സഹിക്കാൻ വേണ്ടി പറ്റാതെ ശ്രുതി അവിടുന്ന് പോകുന്നുണ്ട്. അതിന്റെ പുറകെ തന്നെ ശ്രുതി അങ്ങ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് നമ്മുടെ അഭിലാഷ് സാർ കയറി വരുന്നുണ്ട് കേട്ടോ. അഭിലാഷ് സാറ് കണ്ടതും ശ്രുതിയാണെങ്കിൽ പോയ പുറകെ തന്നെ തിരികെ വന്നിട്ട് അച്ഛൻ എഴുന്നേക്കടച്ച കുറച്ചു നേരത്തേക്ക് ഞാൻ ഇരുന്നോട്ടെ എന്ന് പറയുകയാണെ. സച്ചിയാണെങ്കിൽ തീരെ സമ്മതിക്കുന്നില്ല. എടാ പ്ലീസ് എടാ ഒന്ന് അനുവദിക്ക്. അഭിലാഷ് സാർ കയറി വരുന്നുണ്ട്, അതിനെന്താ അയാൾ വന്നോട്ടെ, പുതിയ ഓണർ ആണെന്നുള്ള കാര്യം അദ്ദേഹം കണ്ടോട്ടെ എന്നൊക്കെയാണ് കേട്ടോ സച്ചി പറയുന്നത്. അപ്പോഴേക്കും അഭിലാഷ് സാർ ഇങ്ങനെ ഫോണൊക്കെ ചെയ്തിട്ട് അവരുടെ അരികിലേക്ക് എത്തുന്നുണ്ട്. കണ്ട ഉടനെ തന്നെ ശ്രുതിയല്ല കേട്ടോ ആദ്യം വിഷ് ചെയ്യുന്നത്, നമ്മുടെ സച്ചിയാണ്. സച്ചി സുഖാണോ, എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യമൊക്കെ ചോദിക്കണേ. സാർ ഞാൻ സുഖമായിട്ട് പോകുന്നു, സാർ എങ്ങനെയുണ്ട്, ഞാൻ വെരി ഗുഡ് ആണെന്നൊക്കെ അദ്ദേഹവും തിരിച്ചു പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതിയെ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം കാണുമ്പോൾ ശ്രുതി അദ്ദേഹത്തിന്റെ അടുത്ത് അങ്ങോട്ട് ചോദിച്ചു, സാറ് എപ്പോഴാണ് വന്നത് എന്നുള്ള കാര്യം. ഞാൻ മോർണിംഗ് ആണ് എത്തിയത് ശ്രുതി. ഇവിടെ എന്താ എല്ലാവരും ഉണ്ടല്ലോ, എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ ഒക്കെ നടക്കുവാണോ എന്നുള്ള കാര്യം അഭിലാഷ് സാർ അവിടെ എല്ലാവരും കാണുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട്. ഇല്ല സർ, ഞങ്ങൾ കുറെ നാളായി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു, അമ്പലത്തിലൊക്കെ പോയി ഒന്ന് ഇവിടെ കയറിയിട്ട് പോകാന്ന് കരുതിയിട്ട് വന്നതാണ്. അല്ലാതെ താനെ ആണ് കടയുടെ പുതിയ ഓണർ എന്നുള്ള രീതിയിലൊന്നും അച്ഛൻ സംസാരിക്കുന്നില്ല. കാരണം മോനെ ഒരിക്കലും താഴ്ത്തിക്കെട്ടി സംസാരിക്കാൻ വേണ്ടി പാടില്ലല്ലോ. അതുകൊണ്ട് അത് കേൾക്കുമ്പോൾ ശ്രുതിക്കും സമാധാനമാവുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും പുറത്ത് നടന്നുണ്ടെങ്കിൽ സുധീന്ദ്രൻ എന്നൊക്കെ വിളിച്ചുകൊണ്ട് സാർ എന്നൊക്കെ വിളിച്ചുകൊണ്ട് കുറെ ആൾക്കാരെ ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. ഉടനെ തന്നെ ശ്രുതിയാണെങ്കിൽ അവരുടെ അരികിലേക്ക് ഓടി പോകുന്നുണ്ട്. വന്നിരിക്കുന്നത് വേറെ ആരുമല്ല, ഒരുപാട് സബ് ഡീലേഴ്സ് ആണ്. അവരുടെ കയ്യിൽ നിന്നൊക്കെ പണം മേടിച്ചിട്ട് അവർക്ക് സാധനം തിരികെ കൊടുത്തിട്ടില്ല. ആ പണമാണല്ലോ 30 ലക്ഷം പറ്റിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് പക്ഷെ ഈ കാര്യത്തെ കുറിച്ച് ഒരിക്കലും അഭിലാഷ് സാർ അറിയരുതെന്ന് വിചാരിച്ചിട്ട് അവരുടെ ഭയങ്കര സ്നേഹത്തോട് കൂടിയിട്ടാണ് കേട്ടോ ശ്രുതി സംസാരിക്കുന്നത്. പൊതുവെ അവർ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ പോലും എടുക്കാത്ത ആളാണ്. അവരുടെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, പണമൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മേടിച്ചിരുന്നല്ലോ, പക്ഷെ സാധനങ്ങൾ എന്താ ഇപ്പോഴും അയക്കാത്തെന്നൊക്കെ ചോദിച്ചിട്ട് അവരിങ്ങനെ ഒച്ചയെടുക്കുന്നുണ്ട്. ആൾക്കാർ എന്തിനാണ് വന്നതെന്നുള്ള കാര്യം അറിയാൻ വേണ്ടി തന്നെയാണ് അഭിലാഷ് സാറും അതുപോലെ തന്നെ സച്ചിയും ബാക്കി എല്ലാവരും കൂടി ചേർന്നിട്ട് ശ്രുതിക്ക് അരികിലേക്ക് എത്തുന്നത്. അങ്ങനെ അഭിലാഷ് സാർ വന്നിട്ട് എക്സ്ക്യൂസ് മീ എന്ന് പറയുമ്പോഴേക്കും ശ്രുതിയുടെ കയ്യിൽ നിന്ന് എല്ലാം പോയി എന്നുള്ള കാര്യം മനസ്സിലാവാണ്. സാറിനെ കണ്ടോടെ തന്നെ സാർ നിങ്ങൾ തന്നെ ചോദിക്കൂ, അഡ്വാൻസ് വാങ്ങിയിട്ട് ഇതുവരെ സാധനം ഞങ്ങൾക്ക് കയ്യിൽ കിട്ടിയിട്ടില്ല, അതിന് ഒരു മറുപടിയും ഇതുവരെ ഞങ്ങൾക്ക് തന്നിട്ടുമില്ല, എന്തോ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ശ്രുതിയെ വിട്ടുകൊടുക്കാതെ അഭിലാഷ് സാർ പറയുന്നുണ്ട്, ആക്ച്വലി അത് എന്റെ മിസ്റ്റേക്ക് ആണ്. ജപ്പാനിൽ നിന്നും പ്രോഡക്ട്സ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയി പോയി, അവരുടെ മേൽ ഒരു തെറ്റുമില്ല. 1-2 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ സാധനങ്ങൾ നിങ്ങളുടെ കയ്യിൽ എത്തുന്നു പറയാണ്. സാർ ഇതുപോലത്തെ ഒരു മറുപടി പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഇദ്ദേഹം ആണെന്നുണ്ടെങ്കിൽ ഒരു മറുപടിയും പറയാതെ മുങ്ങി നടക്കുമായിരുന്നു. സോറി, ഇത് എന്റെ മിസ്റ്റേക്ക് ആണ്, നിങ്ങൾക്ക് ഉടനെ തന്നെ പ്രോഡക്റ്റ് എത്തും, നിങ്ങൾ ചെന്നോളൂ എന്നുള്ള കാര്യം അഭിലാഷ് സാർ പറയുമ്പോഴേക്കും ആ സബ് ഡീലേഴ്സ് മൊത്തം അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. അവരങ്ങ് പോയി കഴിയുമ്പോഴേക്കും ശ്രുതി വാട്ട് ദ ഹെൽ ഇസ് ഹാപ്പനിങ്, അവരുടെ നിന്ന് അഡ്വാൻസ് മേടിച്ചിട്ടുണ്ട്, പക്ഷേ പണം എനിക്ക് വന്ന് ചേർന്നില്ലല്ലോ. നിങ്ങൾ പണം അയച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പ്രോഡക്ട്സ് അയക്കില്ലായിരുന്നോ, എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ശ്രുതി മറുപടി ഒന്നും പറയാതെ നിൽക്കുമ്പോൾ
ശ്രുതി നിങ്ങള് എന്റെ അക്കൗണ്ടിലേക്ക് പണം അയച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുവാണേ. സർ അത് എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ ഉരുണ്ട് കളിക്കുകയാണേ. അതിനിടെ കയറിയിട്ട് രവി പറയുന്നുണ്ട്, സർ തെറ്റിദ്ധരിക്കരുത്, ശ്രുതി ഒരു വീട് വാങ്ങാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും അച്ഛാ ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാന്ന് പറഞ്ഞിട്ട് സച്ചി ആ പണം പറ്റിക്കപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അഭിലാഷ് സാറിന്റെ അടുത്ത് പറയാൻ കേട്ടോ ചെയ്യുന്നത്. ഈ കാര്യങ്ങളെല്ലാം കേട്ട അഭിലാഷ് സാർ എന്നാണെങ്കിൽ സുധീരുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, ബിസിനസ് ഇപ്പൊ ഡെവലപ്പായി വരാൻ വേണ്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും നിനക്ക് 3 കോടിയുടെ വീടോ? ഞാനൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 10 വർഷം കഴിഞ്ഞതിന് ശേഷം സ്വന്തമായിട്ട് വീട് മേടിച്ചത്. ഒരു കാര്യം സുധി നീ മനസ്സിലാക്കിക്കോ, നിങ്ങളെ പോലെ സ്റ്റാർട്ടപ്പിലുള്ള ആൾക്കാരൊക്കെ ബിസിനസ്സിന് കിട്ടുന്ന പ്രോഫിറ്റ് ബിസിനസ് തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. എന്നാൽ നീയാണെന്നുണ്ടെങ്കിൽ ഡീലേഴ്സിന്റെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ട് നിന്റെ സ്വന്തം യൂസിന് വേണ്ടിയിട്ട് എടുത്തു അല്ലേ? സർ അതിമോഹം കൊണ്ടാണ് പണം പോയത്. ആ പറ്റിക്കപ്പെട്ട ആളെ ഞങ്ങൾ ഉടനെ തന്നെ പിടിക്കും, അവരെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുകയാണെ. പക്ഷെ ഇത് കേട്ട അഭിലാഷ് സാർ ആണെങ്കിൽ സച്ചിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറയുന്നുണ്ട്, പറ്റിച്ച ആൾക്കാരെക്കാൾ കൂടുതൽ എനിക്ക് ദേഷ്യം പറ്റിക്കപ്പെടുന്ന ആൾക്കാരുടെ അടുത്താണ്, കാരണം അവനെയാണ് ആദ്യം പണിഷ് ചെയ്യേണ്ടത്. തുടർന്ന് രവി പറയുന്നുണ്ട്, സർ അവൻ ബിസിനസ്സിൽ പുതിയ ആളായതുകൊണ്ടാണ് ഇങ്ങനെ തെറ്റ് പറ്റിയത്, ഇത്തവണത്തേക്ക് സാറ് ഒന്ന് ക്ഷമിക്കണമെന്ന്. ഇത് കേട്ട അഭിലാഷ് സാർ സുധീരുടെ അടുത്ത് പറയുന്നുണ്ട്, സുധി നിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഡീലർഷിപ്പ് ഉടനെ തന്നെ ക്യാൻസൽ ചെയ്തേനെ. എന്നാൽ ഇപ്പോഴും നിനക്ക് വേണ്ടിയിട്ട് നിന്റെ ഫാമിലിയാണ് വന്ന് നിൽക്കുന്നത്, നിന്റെ അച്ഛനും അതുപോലെ തന്നെ സച്ചിക്കും വേണ്ടിയിട്ടാണ് ഞാൻ. ഇനിയും ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ കാണിച്ചു കൂട്ടരുത്, ഇനി ഞാനല്ല നിനക്ക് മറ്റാരും വലിയൊരു ഓർഡർ തരാത്ത രീതിയിൽ ഞാൻ കാര്യങ്ങൾ ചെയ്തു വെക്കും. ഇത് കേട്ട സച്ചി ആണെങ്കിൽ, സോറി സാർ, ഇനിയൊരിക്കലും അങ്ങനെ നടക്കാതെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയണേ. ഇത് കേട്ട അഭിലാഷ് സാർ ആണെന്നുണ്ടെങ്കിൽ, ശരി സച്ചി ഞാൻ ഇറങ്ങുവാണ്, അതുപോലെ തന്നെ രവിയുടെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് അവിടുന്ന് പോവുകയാണേ. അതോടുകൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിന് കമന്റ് ചെയ്യണേ. താങ്ക്